അൻവറിനെ സംബന്ധിച്ച് വളരെ ലോങ് ടൈം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയാം. അതിൻ്റെ കാരണം അദ്ദേഹം മത്സരിച്ചാൽ ആ മത്സരത്തിൻ്റെ ഫലം അദ്ദേഹം ജയിക്കുക എന്നുള്ളതായിരിക്കണമല്ലോ. അത് ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. അത് അൻവറിനും അറിയാം, അവിടുത്തെ വോട്ടർമാർക്കും അറിയാം. അദ്ദേഹം ഒറ്റയ്ക്ക് ജയിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ അദ്ദേഹം തോൽപ്പിക്കണം. ആരെ തോൽപ്പിക്കണം? അത് പിണറായി സൈദത്തെ തോൽപ്പിക്കണോ, അതല്ല ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കണോ? പിണറായി സൈദ് എന്ന് പറയുന്നത് സ്വരാജിനെ തോൽപ്പിക്കണോ, അതോ ആര്യാടനെ തോൽപ്പിക്കണോ? ആര്യാടനെ തോൽപ്പിച്ചാലേ അൻവറിന് പിന്നെ നിലനിൽപ്പുള്ളൂ. അതായത് അൻവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്, ഞാൻ പിണറായി സൈദ് തോൽപ്പിക്കുകയാണ്, LDF എന്ന് അറിയുന്നതാണ്. ഇനി അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ സ്വരാജിനെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അദ്ദേഹം മത്സരിച്ച് സ്വരാജ് തോറ്റുപോയി എന്ന് വെച്ചാൽ അവിടെ ഒന്നും സംഭവിക്കാനില്ല. ആര്യാടൻ ജയിക്കുകയാണെന്ന് വെച്ചാൽ അൻവറിനും ഒന്നും കിട്ടാനില്ല, ആർക്കും ഒന്നും കിട്ടാനില്ല. അവിടെ ആര്യാടൻ ജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ആര്യാടൻ ഷൗക്കത്ത് തോക്കുവാണെങ്കിലോ, ആര്യാടൻ ഷൗക്കത്ത് തോറ്റാലേ പിന്നീട് അദ്ദേഹത്തിന് എന്തൊരു വിലപേശ ശേഷി കിട്ടൂ. അതിന് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ എന്ത് വേണം? ആര്യാടൻ ഷൗക്കത്തിൻ്റെ വോട്ട് പിടിക്കണം, വോട്ട് കറന്നെടുക്കണം. അൻവറിൻ്റെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുക. ഇപ്പോൾ ഏറനാട്ടിൽ മത്സരിച്ചാണെങ്കിലും നൗഫൽ പറഞ്ഞു, വയനാട് പാർലമെൻറ്റ് സീറ്റിൽ മത്സരിച്ചാണെങ്കിലും പൊന്നാനിയിൽ മത്സരിച്ചാണെങ്കിലും നിലമ്പൂർ മത്സരിച്ചാണെങ്കിലും അദ്ദേഹം മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയായിട്ടാണ്, അല്ലെങ്കിൽ LDF വോട്ടുകൾ ലക്ഷ്യമാക്കിയാണ്. ഏറനാട്ട് മത്സരിച്ച് അദ്ദേഹം LDF വോട്ട് ലക്ഷ്യമാക്കിയാണ്. ആ വോട്ടാണ് അദ്ദേഹം പിടിക്കുന്നത്. നിലമ്പൂർ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഏത് വോട്ടാണ് കാർവ് ചെയ്യുക? അദ്ദേഹത്തിൻ്റെ ട്രഡീഷണൽ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് LDF വോട്ടുകളാണ്. അത് പിളർത്തുകയാണോ അദ്ദേഹം ചെയ്യുക? അതല്ല ഇനി UDFൻ്റെ വോട്ട് പിടിക്കുകയാണോ ചെയ്യുക? ഇനി വേറൊരർത്ഥത്തിൽ UDFകാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തേക്കാം. അതാരാണ്? ഇപ്പോൾ മുമ്പ് നൗഫൽ സൂചിപ്പിച്ചതുപോലെ ആര്യാടൻ ഷൗക്കത്തിനോട് വിരോധമുള്ള വോട്ടുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്ന, എന്നാൽ UDFന് വോട്ട് ചെയ്യുന്ന UDF വോട്ടർമാരുണ്ടാവും. കാരണം ഇപ്പോൾ ഉള്ള സ്ഥാനാർത്ഥികളിൽ ആര്യാടൻ ഷൗക്കത്തിനുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് മുസ്ലിം ലീഗ് ഒരു കാലത്ത് അകൽച്ച പാലിച്ചിരുന്നു, അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ പിതാവിനോടും. അതുകൊണ്ട് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മുസ്ലിം ലീഗ് വോട്ടേഴ്സ് ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ടായേക്കാം. അങ്ങനെയുള്ള വോട്ടുകൾ അൻവർ പിടിച്ചാൽ ആര്യാടൻ ഷൗക്കത്തിന് തന്നെ ഗുണമാവുക, സ്വരാജിനല്ല വോട്ട് പോകുന്നെന്ന് വരും. യഥാർത്ഥത്തിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്തിനു വേണ്ടിയാണെന്ന് അൻവറിന് തന്നെ വിശദീകരിക്കാൻ ബുദ്ധിമുട്ട് വരും.